നമ്മുടെ ലാലേട്ടൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചപ്പോഴുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നത് ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ലാലേട്ടൻ മാത്രമല്ല, പല സെലിബ്രിറ്റികളും ഈ ഒരു പൂജ ചെയ്യാനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വരാറുണ്ട്. അതിശക്തമായിട്ടുള്ളൊരു ഹോമം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നത്. അതാണ് ചണ്ഡികാ ഹോമം. ദേവി മഹാത്മ്യത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ഹോമം നടത്തുന്നത്. 700 ആഹുതി അഗ്നിക്ക് സമർപ്പിക്കുന്നതാണ് ഈ ഹോമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ട് നെയ്, പായസം തുടങ്ങിയവ അഗ്നിക്ക് സമർപ്പിക്കുന്നു. സാധാരണ ചണ്ഡികാ ഹോമത്തിന് പുറമെ 2 ദിവസം കൊണ്ട് തീരുന്ന നവചണ്ഡികാ ഹോമം, 3 ദിവസം കൊണ്ട് തീരുന്ന ശതചണ്ഡികാ ഹോമം, 7 ദിവസം കൊണ്ട് തീരുന്ന സഹസ്ര ചണ്ഡികാ ഹോമം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഹോമങ്ങൾ ക്ഷേത്രങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറാനും കാര്യവിജയത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഈ ഒരു ചണ്ഡികാ ഹോമം ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറ, 2025 എന്ന് പറയുന്നത് ലാലേട്ടനെ സംബന്ധിച്ച് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വർഷമായിരുന്നു. ആ ഒരു വിജയത്തിന് പിന്നിൽ ഈ ഭക്തിക്ക് വലിയ പ്രാധാന്യമുണ്ടോ? അതോ ഇതൊന്നും ചെയ്തില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രയത്നവും കൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ നേടിയെടുക്കാവുന്നല്ലേ ഉള്ളൂ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?